കോഴിക്കോട് DMO ഓഫീസിൽ ഇന്ന് 2 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ കസേരകളി ഇന്നും ഉണ്ടായി. നിലവിലെ DMO ഡോക്ടർ N രാജേന്ദ്രനും പുതിയ DMO ഡോക്ടർ ആശാദേവിയും ഓഫീസിലെത്തി മുഖാമുഖം ഇരിക്കുകയാണ്. കോടതി ഉത്തരവ് തനിക്ക് അനുകൂലമാണെന്നാണ് ഡോക്ടർ ആശാദേവിയും നിയമപരമായി താനാണ് DMO എന്ന് ഡോക്ടർ രാജേന്ദ്രനും പറയുന്നു. മുഖത്തോട് മുഖം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. പറയൂ രാഹുൽ. ഇന്നലത്തേതിന് സമാനമായി 2 DMOമാരും ഈ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കളക്ടറേറ്റിലെ DMO ഓഫീസിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ SKN സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ N രാജേന്ദ്രനും പുതിയ DMO ആയി ഇവിടെ സ്ഥാനമേൽക്കേണ്ട നിലവിലെ എറണാകുളം DMO ആയിരുന്ന ഡോക്ടർ ആശാദേവിയും ഈ ഓഫീസിൽ മുഖാമുഖം നോക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുവരും പറയുന്നത് ഈ ഉത്തരവ് 2 പേർക്കും അനുകൂലമാണെന്നാണ്. പക്ഷേ ഈ ഉത്തരവ് സംബന്ധിച്ച ഒരു അവ്യക്തത ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് ഈ സംഭവത്തിൽ മറുപടി പറയേണ്ടത്. ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഈ മാസം 9-നാണ്. SKN ഈ മാസം 9-നാണ് ആരോഗ്യവകുപ്പിലെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങുന്നത്. നിലവിലെ കോഴിക്കോട് DMO ആയിട്ടുള്ള N രാജേന്ദ്രന് DHSൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥലം മാറ്റം ലഭിച്ചു. അതിന് പകരമാണ് എറണാകുളത്തെ DMO ആയിരുന്ന ഡോക്ടർ ആശാദേവിയെ കോഴിക്കോട് DMO ആയി നിയമിച്ചത്. പക്ഷേ ഡോക്ടർ ആശാദേവി ഈ മാസം 10-ാം തീയതിയായിരുന്നു ഇവിടെ ജോലിയിൽ പ്രവേശിക്കേണ്ടത്. എന്നാൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു യോഗം തിരുവനന്തപുരത്തുള്ളതിനാൽ അന്ന് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ രാജേന്ദ്രൻ ട്രിബ്യൂണലിനെ സമീപിക്കുകയും സ്ഥലംമാറ്റ ഉത്തരവിൽ സ്റ്റേ വാങ്ങുകയും ചെയ്തത്. ആ സ്ഥലംമാറ്റ ഉത്തരവിൽ സ്റ്റേയുടെ കാലാവധി ഇന്നലെ അവസാനിക്കുകയായിരുന്നു. ഇതോടെയാണ് ഡോക്ടർ ആശാദേവി ജോലിയിൽ പ്രവേശിക്കാനായി ഇവിടെ എത്തിയത്. പക്ഷേ ഡോക്ടർ രാജേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ഈ സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞുവെന്നും ഈ ജോലിയിൽ നിന്നും മാറണമെന്ന ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടില്ല. ആ ഉത്തരവ് തനിക്ക് ലഭ്യമാക്കാതെ ഇവിടെ നിന്നും മാറില്ല എന്നാണ് ഇപ്പോഴും ഡോക്ടർ രാജേന്ദ്രൻ പറയുന്നത്. ആ ഉത്തരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ രാജേന്ദ്രനുള്ളത്. അതേസമയം ജോലിയിൽ പ്രവേശിക്കാതിരിക്കാൻ ഡോക്ടർ ആശാദേവിക്കും കഴിയുന്നില്ല. ഇതോടെയാണ് ഈ ആശങ്കയും അവ്യക്തതയും ഇപ്പോഴും തുടരുന്നു എന്നത് എടുത്തു പറയേണ്ടത്. എന്താണെങ്കിലും ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ 2 DMOമാരും ആ DMOയുടെ ക്യാബിനിൽ ഇപ്പോഴും മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. ഇതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വലിയ രീതിയിൽ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SKN.